ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. തയ്യാറാക്കിയെടുക്കാനായിട്ട് 5 മിനിറ്റ് പോലും വേണ്ട. അതുപോലെ തന്നെ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. നോക്കാം ഇനി നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായി പഴുത്ത ഒരു മാങ്ങ, 1 കപ്പ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. പിന്നെ വേണ്ടത് ഏതെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക് വേണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 7up ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് നിങ്ങളുടെ കയ്യിൽ സ്പ്രൈറ്റോ മിറിൻ്റെയോ ഏതാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ്. ഞാനിവിടെ 7up ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഈ അടിപൊളി ടേസ്റ്റിലുള്ള ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന്. മാങ്ങ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ് അടുത്തായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ചൊഴിക്കുക, നന്നായിട്ട് അടിച്ചതിന് ശേഷം ബാക്കി ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. ഇവിടെ മധുരം അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിവിടെ നന്നായി അടിച്ചിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി മതി. നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തേക്ക് മാറ്റാം. ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കോക്കനട്ട് മാംഗോ മിക്സ് ഒഴിക്കുക. സെവനപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അല്പം കൂടെ ഡ്രിങ്ക് ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇട്ടാൽ അകരിച്ചിട്ട് കഴിക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള കോക്കനട്ട് മാംഗോ മിക്സ് ഇവിടെ റെഡിയായി. ഈ നോയമ്പ് കാലത്ത് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്